കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. മൂവാറ്റുപുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം സംഘടിപ്പിച്ച എംപ്ലോയീസ് സംഘ്. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ എംപ്ലോയീസ് സംഘിന്റെ ആഭിമുഖ്യത്തിൽ 12 മണിക്കൂർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. DA കുടിശ്ശിക ഉടൻ അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, അപേക്ഷിക്കുന്ന മുറയ്ക്ക് PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ 16, 17, 18 തീയതികളിലായി മുഴുവൻ ജില്ലകളിലും നടത്തുന്ന ഉപവാസ സമരത്തിന്റെ ഭാഗമായാണ് സമരം സംഘടിപ്പിച്ചത്. KST എംപ്ലോയീസ് സംഘ് സംസ്ഥാന സെക്രട്ടറി GM അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി അടക്കം പറയുന്നു, KSRTCയുടെ വരുമാനം ടിക്കറ്റ് വരുമാനം മാത്രം 10,77,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. ടിക്കറ്റ് ഇതര വരുമാനം കൂടെ കണക്കൂട്ടിയാൽ 11,83,00,000 രൂപ. നമുക്കറിയാം, 2017 മെയ് മാസം 25-ാം തീയതി കേരളത്തിന്റെ ഭരണത്തിലേറിയ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാർ അക്കാലത്ത് KSRTC കൈവശം ഉണ്ടായിരുന്ന 6,200 ബസ്സുകൾ, 5,600 ഷെഡ്യൂളുകൾ, അതിൽ നിന്നെല്ലാം ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് 42,000 തൊഴിലാളികൾ ഉണ്ടായിരുന്നിടത്തുനിന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടും പിരിഞ്ഞു പോകുന്നവരും മരണപ്പെട്ടവരുമടക്കം വലിയ രീതിയിൽ കൊഴിഞ്ഞുപോക്കുണ്ടായിട്ട് ഇന്ന് 21,000 ജീവനക്കാർ മാത്രമുള്ള സ്ഥിതിയിൽ 3,000 ബസ്സുകൾ ഉപയോഗിച്ച് 3,000 ഷെഡ്യൂളുകൾ, 2,800 ഷെഡ്യൂളുകൾ, 3,000 ഷെഡ്യൂള് ആവറേജ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്ന് 11 കോടിക്ക് മുകളിൽ വരുമാനം എത്തിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് ഞാനടക്കമുള്ള KSRTCയിലെ സർവ്വസാധാരണക്കാരുടെ തൊഴിലാളികളുടെ ചോരയും നീരും ഊറ്റിപ്പിടിച്ചതാണ് എന്ന് അസംയുക്തമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിന്റെ എല്ലാം മുകളിൽ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ഷാമബത്ത 1% പോലും തന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് CN സുദേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി TB സുധീർ, സംസ്ഥാന സെക്രട്ടറി സുഹൃത് കൃഷ്ണ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൽദോസ് മാത്യു, KR ബിജു, അച്ചു MG, KR രമേശ്, TG അജികുമാർ, AK സിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.